മുസ്ലിം വിരുദ്ധ നുണ ഫാക്ടറിയായി തുടരുമ്പോഴും അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിന് വന്ന മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. അടുത്തിടെയായി അദ്ദേഹം ഗവൺമെൻറ്റിനോട്, സർക്കാരിനോട്, BJPയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ മാറ്റമാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോഴും ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു ഡിബേറ്റിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ മലയാളത്തിൽ പങ്കുവെക്കുകയാണ്. പ്രിയമുള്ളവരെ, 8% വളർച്ചയിലാണ് ഇന്ത്യ എന്ന് കേട്ടപ്പോൾ നമ്മൾ അഭിമാനിച്ചു, സന്തോഷിച്ചു. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ലോകത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് ഇന്ത്യ എന്ന് കേട്ടപ്പോഴും നാം അഭിമാനിച്ചു. പക്ഷേ പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെയുള്ള അവസ്ഥ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താണ് യുവരാജ് എന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. തൻ്റെ വീടിൻ്റെ തൊട്ടകലെ 50 മീറ്റർ അപ്പുറം റോഡിലുള്ള വലിയ ഒരു കുഴിയിൽ വീണ് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. കടുത്ത ഫോഗ് ഉണ്ടായിരുന്ന ദിവസം ഓപ്പൺ ഡിച്ചിലേക്ക് അദ്ദേഹത്തിൻ്റെ കാറ് പോയി മറിഞ്ഞു. ഗവൺമെൻറ്റിന്, ലോക്കൽ ഗവൺമെൻറ്റിന്, അതോറിറ്റിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു ബാരിക്കേഡ് നിർമ്മിക്കാമായിരുന്നു. ബാരിക്കേഡ് ഇല്ലാത്തതിനാൽ ആ വെള്ളം കെട്ടി നിൽക്കുന്ന കുഴിയിലേക്ക് കാർ വീഴുകയും തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പിതാവിനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി പിറ്റേ ദിവസം രാവിലെ 4:30 ലഭിക്കുന്നത്. നമുക്ക് നാളെ എന്ത് സംഭവിക്കും? അടുത്ത ഇര നമ്മളാകുമോ? ഇതേപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന്, നാട്ടിലെ യാഥാർത്ഥ്യം എന്തെന്ന് ആലോചിക്കാതെ നാം നേട്ടങ്ങളെ കുറിച്ച് ആഘോഷിക്കുന്നതിൽ വല്ല കഥയുമുണ്ടോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഗ്രൗണ്ട് റിയാലിറ്റിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ BJPക്കെതിരെ സംസാരിക്കുന്നു, നിങ്ങൾ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നു. ഡോണ്ട് ഡു ദാറ്റ് മിസ്റ്റേക്ക്. നിങ്ങൾ ആ അബദ്ധം ചിന്തിക്കരുത്. ഞാൻ ഗവൺമെൻറ്റിനെതിരെയല്ല സംസാരിക്കുന്നത്, ഞാൻ BJPക്കെതിരെയല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. മലിനജലം, ടോയ്ലറ്റ് വാട്ടർ കുടിവെള്ളത്തിൽ കലർന്ന് 6 മാസം പ്രായമായ ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ അസ്വസ്ഥരല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മലിനജലം കുടിച്ച് 13 പേർ മരണമടയുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ കോപാകുലരല്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇൻഡോറിലെ മലിനജലം കുടിച്ച് മരിച്ച 13 പേരുടെ വിഷയത്തെപ്പറ്റി വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് മോശം ഭാഷയിൽ പ്രതികരിച്ച മന്ത്രിയുടെ പ്രതികരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 4.18 ട്രില്യൺ GDPയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. രാജ്യം ജാപ്പാൻ്റെ അടുത്തെത്തി, ജാപ്പാനെ മറികടന്നു എന്ന് നാം പറയുന്നു. ജർമ്മനിയേക്കാൾ മുകളിലാണ് എന്ന് നാം പറയുന്നു. ഓക്കെ, ഫാന്റാസ്റ്റിക്, ആഘോഷിച്ചോളൂ. പക്ഷേ KD ജാദവ് സ്റ്റേഡിയത്തിൽ ആവുകളുടെ വിസർജ്യ വസ്തുക്കളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ അന്താരാഷ്ട്ര സ്പോർട്സ് അവന്യൂവിൽ കഴിഞ്ഞ ദിവസം കുരങ്ങുകൾ ഗാലറിയിലൂടെ റോന്ത് ചുറ്റുന്ന ചിത്രം നാം കാണുകയുണ്ടായി. അന്താരാഷ്ട്ര ഇവൻറ്റുകൾ നടക്കുന്ന സ്പോർട്സ് അവന്യൂവിലൂടെ സ്വൈര്യമായി കുരങ്ങുകൾ വിഹരിക്കുകയാണ്. ഈ ചിത്രം ലോകം കാണുന്നു. വിദേശ കളിക്കാർ നമ്മെ പരിഹസിച്ചു ചിരിക്കുന്നു. നമ്മുടെ സൗകര്യവും അസൗകര്യവും വിദേശ കളിക്കാർക്കിടയിൽ ഒരു തമാശയായി മാറിയിരിക്കുന്നു. ഡാവോസിലേക്ക് നാം വലിയ പ്രതിനിധി സംഘത്തെ അയക്കുന്നു. എന്നാൽ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് നോക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന അതേ നിമിഷം തന്നെ ചിലർ പറയുന്നു, നിങ്ങൾ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുകയാണ്. നോ, ഞാൻ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ടെക് ബേസ് AI കമ്പനികൾ 6070 കോടി നിക്ഷേപിക്കാൻ തയ്യാറായതിനെക്കുറിച്ച് നിങ്ങൾ പറയൂ എന്ന് ചിലർ പറയുന്നു. ഓക്കെ, ഗുഡ്, വെരി വെൽ, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ
യാഥാർത്ഥ്യത്തെക്കുറിച്ചും സംസാരിക്കണ്ടേ? നമുക്ക് രണ്ടും വേണ്ടേ? ഇൻഡിഗോ തകർച്ചയുടെ ഘട്ടത്തിൽ എയർപോർട്ടുകളിൽ നാം കണ്ട കെയോസ്, ആ കുഴപ്പങ്ങൾ, അതിന് പരിഹാരം കണ്ടെത്തിയോ? ഇത്തരം വിഷയങ്ങളിൽ ഇൻഡിഗോ മറുപടി നൽകിയിട്ടുണ്ടോ? നിരുത്തരവാദപരമായ കുഴപ്പങ്ങൾക്ക് ഇൻഡിഗോ മറുപടി നൽകിയിട്ടുണ്ടോ? പകരം ഇൻഡിഗോക്ക് ടർക്കിഷ് വിമാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ സെക്ടറിൽ പറത്താനുള്ള അനുമതി നൽകുകയല്ലേ സർക്കാർ ചെയ്യുന്നത്? ഞാൻ റിയാലിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജനങ്ങൾ പുരോഗതി ആഗ്രഹിക്കുന്നു. യഥാർത്ഥ പുരോഗതിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിലെയോ ഡാറ്റയിലെയോ പുരോഗതിയല്ല, യഥാർത്ഥ പുരോഗതി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പ്രസ് റിലീസിൽ സ്പോർട്സ് ആൻഡ് യൂത്ത് മിനിസ്ട്രി കഴിഞ്ഞ വർഷം 3794 കോടി ചിലവഴിച്ചുവെന്ന് പറയുന്നു. നോക്കൂ, പരിശീലന സമയത്ത് കോർട്ടിൽ വെച്ച് ബാസ്കറ്റ് ബോൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന 5 വയസ്സുകാരനായ ഹാർദിക്കിന് എന്താണ് സംഭവിച്ചത്? ഷോട്ട് എടുക്കാൻ വേണ്ടി അവൻ ചാടി റിമിന് മുകളിലൂടെ പന്തിനെ നിയന്ത്രിച്ച് നേരിട്ട് ഹൂപ്പിനെ ലക്ഷ്യമാക്കി. അതേ നിമിഷം തന്നെ ഹൂപ്പ് തകർന്നു വീണു. ഹൂപ്പും തൂണും താഴെ വീണു. അവൻ മരണപ്പെട്ടു. ഇത് നടക്കുന്നത് 2025 നവംബർ മാസത്തിലാണ്. ഇതാണോ പുരോഗതി? 5 വയസ്സുകാരനായ നാഷണൽ ലെവൽ പ്ലെയർ പരിശീലന കോർട്ടിൽ അസൗകര്യങ്ങളുടെ പേരിൽ മരണപ്പെടുന്നു. ഇതാണോ പുരോഗതി? 21 ബില്യൺ FDIയെ കുറിച്ച് എന്നോട് പറയണ്ട. എൻ്റെ കോട്ട്. ദീർഘമായ വീഡിയോയുടെ ചില ഭാഗങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ബൈ ഫോർ നൗ. അടുത്ത എപ്പിസോഡിൽ താങ്ക് യു ഫോർ വാച്ചിങ്.